രാത്രി കാലങ്ങളിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കൂ. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാം. പൊതുവെ അലർജി ഉള്ള ആളുകൾക്ക് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറഞ്ഞ ഭക്ഷണം എടുക്കുകയും പ്രോട്ടീനും ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ തന്നെ അലർജിക്ക് നല്ല മാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെ അധിക ആളുകളും രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് അരിഭക്ഷണമായിരിക്കും. പ്രത്യേകിച്ച് ചോറ് അതുപോലെ കഞ്ഞിയൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കുക. ഇങ്ങനെയുള്ള ഭക്ഷണ രീതി മാറ്റിയിട്ട് ചപ്പാത്തി, ഓട്സ്, അതുപോലെ തന്നെ റാഗി അങ്ങനെയൊക്കെ ആക്കി മാറ്റി നോക്കും. പ്രത്യേകിച്ച് പുളിയുള്ള കറികൾ, അതുപോലെ തന്നെ പുളിയുള്ള മീൻകറി, പുളിയുള്ള സാമ്പാർ അങ്ങനെയുള്ള കറികളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒരു നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. പ്രോട്ടീൻ അടങ്ങിയ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ അടങ്ങിയ കറികളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, പുളിയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കരുത്. അധികം ആളുകളും ഫ്രൂട്ട്സുകൾ വൈകുന്നേര സമയങ്ങളിൽ കൂടുതലായിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ പകൽ സമയങ്ങളിൽ അരിയാഹാരം കഴിച്ചോളൂ, രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ രാത്രി സമയത്ത് കഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അരിഭക്ഷണം ഒഴിവാക്കുക. ഓറഞ്ച്, മുസമ്പി, അതുപോലെ മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് രാത്രി സമയങ്ങളിൽ കഴിക്കരുത്. നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കൊക്കെ അത് കൂടുതലായിട്ട് കഴിച്ചോളൂ. രാത്രി അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, പാലും പാലുൽപ്പന്നങ്ങളും കംപ്ലീറ്റ് ആയിട്ട് രാത്രി സമയങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ പറയാറുണ്ട് പ്രോബയോട്ടിക് ആണ് നമ്മളെ തൈര് അല്ലെങ്കിൽ മോരുന്നൊക്കെ ഉള്ളത്. അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അരിയാഹാരം പ്രത്യേകിച്ച് കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു ശീലമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ന് തന്നെ ഒഴിവാക്കി നോക്കൂ. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള അരിയാഹാരം അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി നോക്കൂ. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് പകരം കുറച്ച് സാലഡ് ഐറ്റംസ്, ക്യാരറ്റ്, ഉള്ളി, അതുപോലെ തന്നെ കുക്കുംബറൊക്കെ ആഡ് ചെയ്തിട്ട് കൂടുതലായിട്ട് കഴിക്കുക. കൂടുതലായിട്ടുള്ള പുളിയുള്ളതൊക്കെ ഒഴിവാക്കി ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കൂ. അലർജിയോടൊപ്പം ആസ്മയ്ക്കും അതോടൊപ്പം തന്നെ കഫക്കെട്ടിനും നല്ല മാറ്റം ഉണ്ടാവും. ഇന്ന് മുതൽ തന്നെ ഇത് ഫോളോ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് നമ്മളെ അറിയിക്കൂ.